എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നീണ്ടകര പാലം മുതൽ ചവറ കൊറ്റംകുളങ്ങര വരെയുള്ള നാഷണൽ ഹൈവേ 66ൻ്റെ വർക്ക് അപ്ഡേറ്റ് ആണ്. വിശ്വസമുദ്ര കൺസ്ട്രക്ഷനാണ് ഈ സ്ട്രെച്ചിൽ വർക്കുകൾ ഏറ്റെടുത്തിരിക്കുന്നത്. കടമ്പാട്ടുകോണം മുതൽ കാവനാട് വരെയുള്ള വീഡിയോകൾ ഇതിനു മുന്നേ ചെയ്തിരുന്നു. ഇതിൻ്റെ ലിങ്ക് എൻ്റെ സ്ക്രീനിലും ഐകാർഡിലും ആഡ് ചെയ്തേക്കാം. ഈ ഒരു ഭാഗം വരെയാണ് ശിവാലയ കൺസ്ട്രക്ഷൻ്റെ വർക്കുകൾ നടക്കുന്നത്. ഇനി ഇവിടെ നിന്നും നേരെ നീണ്ടകര ഭാഗത്തേക്ക് പോകാം. 7 മാസങ്ങൾക്ക് ശേഷമാണ് ചവറ ഭാഗത്തൊക്കെ വീഡിയോ ചെയ്യാനായി വരുന്നത്. പഴയ വീഡിയോയുമായി താരതമ്യം ചെയ്ത് നോക്കുകയാണെങ്കിൽ വലിയ പുരോഗതിയൊന്നും ഈ ഭാഗത്തൊന്നും വന്നതായി കാണുന്നില്ല. ഇനി പല ഭാഗങ്ങളിലും ഇലക്ട്രിക്കൽ പോസ്റ്റുകളൊക്കെ മാറ്റി സ്ഥാപിക്കേണ്ടതുണ്ട്. നീണ്ടകര പാലം എത്തുന്നതിന് മുന്നേ ഒരു കൾവർട്ടിൻ്റെ നിർമ്മാണ പ്രവൃത്തികൾ 7 മാസത്തിന് മുന്നേ തന്നെ തുടങ്ങിയതാണ്. അന്നത്തെ അതേ അവസ്ഥയിൽ തന്നെയാണ് ഇപ്പോഴും കിടക്കുന്നത്. നീണ്ടകര പാലത്തിലേക്കുള്ള അപ്രോച്ച് റോഡിൻ്റെ ഭാഗമാണ് ഇപ്പോൾ ഇടത് സൈഡിലും വലത് സൈഡിലുമൊക്കെ കാണുന്നത്. ഇവിടെ നിന്നും നീണ്ടകര പാലം എത്തുന്നത് വരെയുള്ള ഭാഗത്ത് വേറെ വർക്കുകളൊന്നും നടന്നിട്ടില്ല. നീണ്ടകരയിൽ പുതിയ 2 പാലങ്ങളാണ് നിർമ്മിക്കുന്നത്. പഴയ പാലം നിലനിർത്തിക്കൊണ്ട് തന്നെ പാലത്തിൻ്റെ ഇടതും വലതും സൈഡിലായിട്ടാണ് പുതിയ പാലങ്ങൾ നിർമ്മിക്കുന്നത്. ഇപ്പോൾ വലത് സൈഡിലെ പാലത്തിൻ്റെ നിർമ്മാണമാണ് പുരോഗമിക്കുന്നത്. പാലത്തിൻ്റെ ഡക്ക് കോൺക്രീറ്റിൻ്റെ അവസാന ഘട്ടത്തിലാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഇപ്പോൾ ഇടത് സൈഡിൽ നോക്കുകയാണെങ്കിൽ അവസാനത്തെ പിയറിൻ്റെയും പിയർ ഗ്യാപ്പിൻ്റെയും ഒക്കെ വർക്ക് നടക്കുന്നതായി കാണാം. വർക്ക് കംപ്ലീറ്റ് ആയ പിയറുകളിൽ ഇപ്പോൾ ഗർഡറുകളൊക്കെ സ്ഥാപിക്കുന്ന വർക്കുകളും നടക്കുന്നുണ്ട്. വലത് സൈഡിലെ പാലത്തിൻ്റെ മുകളിലെ ക്രാഷ് ബാരിയറിൻ്റെ കാസ്റ്റിംഗ് വർക്കുകളൊക്കെ ആരംഭിച്ചതായി കാണാം. 4 പിയറുകൾക്ക് ഇടയിലുള്ള ഗർഡറുകൾ മാത്രമേ ഇനി സ്ഥാപിക്കാൻ ബാക്കിയുള്ളത്. 2 പിയറുകളുടെ ഇടയിൽ 5 ഗർഡറുകളാണ് സ്ഥാപിക്കുന്നത്. ഓരോ പാലത്തിലും 3 വരികളാണ് ഉണ്ടാവുക. പുതിയ പാലത്തിൽ സർവീസ് റോഡുകൾ ഉണ്ടാവില്ല. പഴയ പാലമായിരിക്കും സർവീസ് റോഡായി ഉപയോഗിക്കുന്നത്. ഇടത് സൈഡിലെ പാലത്തിൻ്റെ വടക്ക് ഭാഗത്തു നിന്നാണ് ഗർഡറുകൾ സ്ഥാപിച്ചു തുടങ്ങിയത്. ഇപ്പോൾ തെക്ക് ഭാഗത്താണ് ഗർഡർ ലോഞ്ച് ചെയ്യാനുള്ള മെഷീനുകളൊക്കെ കണക്ട് ചെയ്തിരിക്കുന്നത്. ഇവിടെ നിന്ന് നേരെ നോക്കുമ്പോൾ 2 സെപ്പറേറ്റ് അടിപ്പാതകൾ കാണാവുന്നതാണ്. ഇടത് സൈഡിലെയും വലത് സൈഡിലെയും സർവീസ് റോഡിലൂടെ വരുന്ന വാഹനങ്ങൾ ഈ അടിപ്പാതയുടെ അകത്തുകൂടിയാണ് പഴയ പാലത്തിലേക്ക് പോകാനുള്ളത്. അടിപ്പാതകളുടെ അകത്തെ പെയിൻറ്റിംഗ് വർക്ക് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ വലത് സൈഡിലെ അണ്ടർപാസിൻ്റെ വടക്ക് ഭാഗത്തെ അപ്രോച്ച് റോഡിൻ്റെ വർക്കുകളാണ് ആരംഭിച്ചിരിക്കുന്നത്. ഇവിടെ 6-7 മാസങ്ങൾക്ക് മുന്നേ സ്ഥാപിച്ചിരിക്കുന്ന ആറിവാൾ പാനലുകളാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. അതിനുശേഷം പിന്നെ ഇവിടെ വർക്കുകളൊന്നും തുടങ്ങിയിട്ടില്ല. ഇവിടെ ഇപ്പോൾ മെയിനായിട്ടും ബ്രിഡ്ജിൻ്റെ വർക്ക് മാത്രമാണ് നടക്കുന്നത്. ഇടത് സൈഡിലെ അണ്ടർപാസിൻ്റെ അപ്രോച്ച് റോഡിൻ്റെ ഭാഗത്തെ വർക്കുകളൊന്നും തുടങ്ങിയിട്ടില്ല. വലത് സൈഡിലെ പാലത്തിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആക്കി. വാഹനങ്ങളെല്ലാം അതുവഴി തിരിച്ചു വിട്ടതിന് ശേഷമായിരിക്കാം ചിലപ്പോൾ ഇടത് സൈഡിലെ അണ്ടർപാസിൻ്റെ വർക്കുകൾ നടക്കാൻ സാധ്യത. ഇനി ഇവിടെ നിന്നും നേരെ പോയി ചവറ പാലത്തിൻ്റെ വർക്ക് അപ്ഡേറ്റുകളൊക്കെ ഒന്ന് കാണാം. ഇവിടെ നിന്ന് ഏകദേശം 2 കിലോമീറ്ററിന് മുകളിൽ മെയിൻ റോഡിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെയും ക്രാഷ് ബാരിയറൊക്കെ പെയിൻറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പുത്തൻതെരുവ് ഭാഗത്താണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഈ ഭാഗത്ത് ഒരു അടിപ്പാത നേരത്തെ തന്നെ അപ്രൂവ് ആയതാണ്. അതിൻ്റെ വർക്കുകളൊന്നും തുടങ്ങിയിട്ടില്ല. ഇവിടുത്തെ അടിപ്പാതയുടെ നിർമ്മാണം മറ്റൊരു കമ്പനിക്കാണ് ഇപ്പോൾ ടെൻഡർ കൊടുത്തിരിക്കുന്നത്. ഏകദേശം 800 മീറ്ററോളം ഭാഗത്തെ ടാറിംഗ് വർക്കുകളെല്ലാം ഇനി പൊളിച്ചു മാറ്റിയിട്ട് വേണം പുതിയ അടിപ്പാതയുടെ നിർമ്മാണം ആരംഭിക്കാനായി. ശിവാലയുടെയും RKCയുടെയും വർക്ക് നോക്കുകയാണെങ്കിൽ
ആദ്യഘട്ടത്തിൽ ഡ്രെയിനേജിൻ്റെയും സർവീസ് റോഡിൻ്റെയും വർക്കുകളാണ് കംപ്ലീറ്റ് ആക്കുന്നത്. ആ സമയത്ത് തന്നെ അണ്ടർപാസുകളുടെ നിർമ്മാണ പ്രവൃത്തിയും നടക്കും. സർവീസ് റോഡിലൂടെ വാഹനങ്ങൾ കടത്തിവിട്ടതിന് ശേഷമായിരിക്കും അടിപ്പാതയുടെ അപ്രോച്ച് റോഡിൻ്റെ വർക്കുകൾ ആരംഭിക്കുക. അതിനുശേഷം മെയിൻ റോഡിൻ്റെ വർക്കും സൈഡിലുള്ള ക്രാഷ് ബാരിയറിൻ്റെ വർക്കുകളുമാണ് നടക്കുന്നത്. അവസാന ഘട്ടത്തിലായിരിക്കും ലൈൻ മാർക്കിങ്ങും പെയിൻറ്റിങ് വർക്കുകളൊക്കെ നടക്കുന്നത്. ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ കുറച്ച് ദൂരം വരെയുള്ള മെയിൻ റോഡിൻ്റെ വർക്കുകൾ പൂർത്തിയായിട്ടുണ്ട്. ക്രാഷ് ബാരിയറിൻ്റെ ഭാഗത്തെ കാസ്റ്റിംഗ് വർക്കുകളും കഴിഞ്ഞതായി കാണാം. അവസാന ഘട്ടത്തിൽ ചെയ്യേണ്ട പെയിൻറ്റിങ് വർക്കുകൾ ആദ്യം തന്നെ അവർ ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ ഏകദേശം 1 വർഷത്തിന് അടുത്തായിട്ടുണ്ട്. പെയിൻറ്റുകളെല്ലാം മാഞ്ഞു പോയിട്ടുണ്ട്. പല ഭാഗങ്ങളിലും പെയിൻ്റ് അടിച്ച ഭാഗത്ത് പോസ്റ്ററുകളും ഒട്ടിച്ചിട്ടുണ്ട്. നീണ്ടകര താലൂക്ക് ഹോസ്പിറ്റലിൻ്റെ അടുത്ത് വരെയാണ് ഈ റോഡിൻ്റെ നിർമ്മാണം കഴിഞ്ഞിരിക്കുന്നത്. ഇടവിട്ടുള്ള ഭാഗത്ത് ഇനി സർവീസ് റോഡിൻ്റെ വർക്കുകൾ പെൻഡിങ് ആണ്. ഇനി നേരെ പോകുന്നത് ആൽത്തറമോട് ശിവക്ഷേത്രത്തിൻ്റെ മുൻവശത്തായി നിർമ്മിക്കുന്ന അടിപ്പാതയുടെ ഭാഗത്തേക്കാണ്. അടിപ്പാതയുടെ തെക്ക് സൈഡിലെ അപ്രോച്ച് റോഡിൻ്റെ വർക്കുകളൊന്നും ആരംഭിച്ചിട്ടില്ല. ഇവിടെ കുറച്ച് ഭാഗത്ത് ക്രാഷ് ബാരിയറുകൾ ചെയ്തിരിക്കുന്നത് കാണാം. ഈ ഭാഗത്തൊരു കൾവട്ടിൻ്റെ നിർമ്മാണവും നടക്കേണ്ടതുണ്ട്. അടിപ്പാതയുടെ നിർമ്മാണം പൂർണ്ണമായും കഴിഞ്ഞിട്ടുണ്ട്. മുകളിലെ ക്രാഷ് ബാരിയറിൻ്റെ കാസ്റ്റിങ്ങും ചെയ്തതായി കാണാം. നല്ല വലിപ്പമുള്ള ഒരു അടിപ്പാതയാണ് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. അടിപ്പാതയുടെ വടക്ക് സൈഡിലെ അപ്രോച്ച് റോഡിൻ്റെ ഭാഗത്തെ വർക്കുകൾ ആരംഭിച്ചിട്ടുണ്ട്. അവിടെ ആറിവാൾ പാനലുകളൊക്കെ സ്ഥാപിച്ചു തുടങ്ങിയതായി കാണാം. ഇനി ഇവിടെ നിന്ന് നേരെ ചവറപ്പാലത്തിൻ്റെ അടുത്തേക്കാണ് പോകുന്നത്. ഇവിടെ മെയിൻ റോഡിൻ്റെ ഇടത് സൈഡിലെ വർക്കുകൾ മാത്രമാണ് കംപ്ലീറ്റ് ആക്കിയിരിക്കുന്നത്. വലത് സൈഡിലെ വർക്കുകൾ ആരംഭിച്ചിട്ടുണ്ട്. ഇവിടെ ഇടത് സൈഡിലും വലത് സൈഡിലും റീട്രെയിനിങ് വാലുകൾ ഉയരുന്നതായി കാണാം. ഇത് ചവറ പാലത്തിലെ അപ്രോച്ച് റോഡിന് വേണ്ടിയുള്ളതാണ്. ചവറയിലും 2 പുതിയ പാലങ്ങളായിരിക്കും വരുന്നത്. ഒരു പാലത്തിൻ്റെ പിയറിൻ്റെയും പിയർ ഗ്യാപ്പിൻ്റെയും വർക്കുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇടത് സൈഡിൽ താഴ്ന്ന പ്രദേശമാണ്. ഇപ്പോൾ അവിടെ ആറിവാൾ പാനലുകൾ അടുക്കി മുകളിലോട്ട് വരുന്നതായി കാണാം. ചവറപ്പാലത്തിൻ്റെ വലത് സൈഡിലാണ് ഇപ്പോൾ പിയറിൻ്റെ വർക്കുകൾ നടക്കുന്നത്. ഇവിടെ നിന്നും വലത് സൈഡിലെ സർവീസ് റോഡ് വഴി ആ പിയറിൻ്റെ നിർമ്മാണ പ്രവൃത്തികളൊന്ന് പോയി കാണാം. ഇത് ചവറ ബസ് സ്റ്റാൻഡിൻ്റെ ഭാഗമാണ്. ഇവിടെയും അടിപ്പാതകളൊക്കെ നിർമ്മിക്കേണ്ടതായിരുന്നു. ചവറ പാലത്തിൽ സ്ഥാപിക്കാനുള്ള സ്റ്റീൽ ഗർഡറുകളാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. രണ്ട് പിയറുകളാണ് ഇപ്പോൾ നിർമ്മിക്കുന്നത്. രണ്ടിൻ്റെയും പിയർ ഗ്യാപ്പിൻ്റെ നിർമ്മാണവും പൂർത്തിയാക്കിയിട്ടുണ്ട്. ഉടൻ തന്നെ ഇതിൽ സ്റ്റീൽ ഗർഡറുകൾ സ്ഥാപിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി ഇവിടെ നിന്ന് നേരെ കൊറ്റംകുളങ്ങര അമ്പലത്തിൻ്റെ മുൻവശത്തായി സ്ഥാപിക്കുന്ന അടിപ്പാതയുടെ അടുത്തേക്ക് പോകാം.
ഇവിടെയും വർക്കുകളൊന്നും വലുതായി പുരോഗമിച്ചിട്ടില്ല. പഴയതുപോലെ തന്നെ കിടക്കുകയാണ്. സർവീസ് റോഡുകളൊക്കെ പൊട്ടിപ്പൊളിഞ്ഞ് പരുവമായിട്ടുണ്ട്. ഇവിടെ കണ്ട ഒരു നല്ല കാര്യം, എല്ലാ അണ്ടർപാസിൻ്റെയും അടുത്തായിട്ട് സ്പീഡ് ബ്രേക്കറുകൾ സ്ഥാപിച്ചിരിക്കുന്നത്. പല സ്ഥലങ്ങളിലും അടിപ്പാതയോട് ചേർന്ന് വരുന്ന ഭാഗങ്ങളിൽ ഇപ്പോൾ അപകടം പതിവാണ്. സ്പീഡ് ബ്രേക്കറുകൾ ഒരു വിധം അപകടങ്ങളൊക്കെ ഒഴിവാക്കാൻ കഴിയും. നീണ്ടകര പാലം മുതൽ ചവറ വരെ വന്നപ്പോൾ വർക്കുകളൊന്നും നല്ല രീതിയിൽ പുരോഗമിച്ചിട്ടില്ല. അതുകൊണ്ട് വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിച്ച് തിരിച്ച് മറുവശത്തെ കാഴ്ചകൾ കാണാം. ഇത് കൊറ്റംകുളങ്ങര ഭാഗത്ത് നിർമ്മിക്കുന്ന അണ്ടർപാസിൻ്റെ മറു സൈഡിലെ കാഴ്ചയാണ്. ഇവിടെ ഒരു സ്മാൾ വെഹിക്കുലാർ അണ്ടർപാസാണ് നിർമ്മിച്ചിരിക്കുന്നത്. അണ്ടർപാസിൻ്റെ അകത്തെ പെയിൻറ്റിംഗ് വർക്കുകളൊക്കെ നടന്നിട്ടുണ്ട്. രണ്ട് സൈഡിലെയും അപ്രോച്ച് റോഡിൻ്റെ വർക്കുകളൊന്നും ആരംഭിച്ചതായി കാണുന്നില്ല. ഈ ഭാഗത്തെ വീഡിയോകളൊക്കെ കാണാൻ പ്രതീക്ഷിച്ചിരിക്കുന്നവർക്ക് വേണ്ടി മാത്രമാണ് ഇട്ടത്. കൂടുതൽ അപ്ഡേറ്റുകളൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് 7 മാസം എടുത്തത്. ചവറ ബസ് സ്റ്റാൻഡിൻ്റെ ഭാഗത്തൊക്കെ ഫ്ലൈ ഓവറുകൾ നിർമ്മിക്കേണ്ടതായിരുന്നു. ചവറപ്പാലത്തിൻ്റെ തെക്ക് സൈഡിലെ കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. ഇവിടെയും താഴ്ന്ന പ്രദേശമാണ്. ഇവിടെ നിന്ന് റീറ്റെയിനിങ് വാളുകൾ ഉയർത്തി വരികയാണ്. ഡ്രെഡ്ജ് ചെയ്തെടുത്ത മണ്ണാണ് ഇവിടെ കൂടുതലായി ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെ മെയിൻ റോഡിൻ്റെ ഇടത് സൈഡിലെ ഭാഗത്തെ വർക്കുകൾ ആരംഭിച്ചിട്ടുണ്ട്. ഇത് നേരത്തെ തന്നെ തുടങ്ങിയതായിരിക്കാം. ഇപ്പോൾ അവിടെ വാഹനങ്ങളൊന്നും കാണുന്നില്ല. നിർമ്മാണം പൂർത്തിയാക്കിയ സർവീസ് റോഡുകൾ പലതും ഇപ്പോൾ പൊട്ടിപ്പൊളിഞ്ഞിരിക്കുകയാണ്. ഇത് ആൽത്തറമൂട് ശിവക്ഷേത്രത്തിൻ്റെ മുൻവശത്തെ കാഴ്ചയാണ്. ഇനി നേരെ നീണ്ടകര പാലത്തിൻ്റെ അടുത്തേക്ക് പോകാം.
നീണ്ടാര പാലത്തിൻ്റെ വടക്ക് സൈഡിലെ അപ്രോച്ച് റോഡിൻ്റെ ഭാഗമാണിത്. ഇവിടെ ഇത്രത്തോളം വർക്കുകൾ പുരോഗമിച്ചിട്ടുണ്ട്. ശക്തികുളങ്ങര ഭാഗം വരെ പോയി ഈ വീഡിയോ അവസാനിപ്പിക്കാം. തിരുവനന്തപുരം ജില്ലയിലെ മറ്റ് അപ്ഡേറ്റുകളുമായി ഉടൻ തന്നെ എത്താം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റുകളായി രേഖപ്പെടുത്തുക. നന്ദി, നമസ്കാരം.